ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഒരൊറ്റ മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ വർഷം ഇതാ അവസാനിക്കുകയാണ്. അടുത്ത വർഷം കേരളവും പശ്ചിമ ബംഗാളും അസമും തമിഴ്നാടും അടക്കമുള്ള പ്രധാന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറും അടുത്ത വർഷത്തെ പശ്ചിമ ബംഗാളും BJPയെ സംബന്ധിച്ച് പ്രത്യേകമായി അതിനിർണായകമാണ്. അപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പുകളിലെ ജനവിധിക്ക് സംവിധാനങ്ങൾ ഒരുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവേണ്ട പ്രധാന പാർട്ടികൾ പലതിനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് അവർ തുറന്നു പറയുന്നത്. എത്ര ഞെട്ടിക്കുന്ന കാര്യമാണ് അത്! മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയും നേരിട്ട് ആക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പല കുറി മാധ്യമങ്ങളെ കാണുന്നു. കേവലം ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാകും വിധമുള്ള തെളിവുകൾ പുറത്തുവിടുകയാണ് പ്രതിപക്ഷം. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ BJP വിരുദ്ധ പാർട്ടികൾക്കെതിരെ ഒരു നിഗൂഢ സംവിധാനം പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കണ്ടെത്തിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ആർക്കും അറിയാത്ത വോട്ടർമാർ കൂട്ടത്തോടെ വന്നു ചേരുന്നു. ശരിയായ പേരോ പടമോ വിലാസമോ ഒന്നുമില്ലാത്ത വലിയ ആൾക്കൂട്ടം തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നു. BJPക്ക് വോട്ട് ചെയ്യാൻ ഇടയില്ലാത്ത പ്രദേശങ്ങളിലെ മനുഷ്യരുടെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിക്കളയുന്നു. അതിന് അതിതീവ്ര പരിശോധന, വോട്ടർ പട്ടിക ശുദ്ധീകരണം പോലെയുള്ള പേരുകളിട്ട് വിളിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. പ്രതിപക്ഷം പുറത്തുവിടുന്ന തെളിവുകളോടോ ഉന്നയിക്കുന്ന വിമർശനങ്ങളോടോ ശരിയായി പ്രതികരിക്കാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കിടന്ന് ഉരുളുകയാണ്. പ്രതിപക്ഷം ചോദിക്കുന്ന വിവരങ്ങളോ രേഖകളോ കൈമാറാൻ കമ്മീഷൻ തയ്യാറാവുന്നുമില്ല. കർണാടകയിലെ വോട്ടു കള്ളത്തരം അന്വേഷിക്കുന്ന CID സംഘം ചോദിച്ച വിവരങ്ങളൊന്നും കൊടുക്കാൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത്. എല്ലാറ്റിനോടും BJP നേതാക്കളെ പോലെ പ്രതികരിച്ച് ഓടി ഒളിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പലപ്പോഴും ശ്രമിച്ചത്. എത്ര വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണ് നമ്മുടെ സംവിധാനം എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായ തെരഞ്ഞെടുപ്പ് സംവിധാനം അവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ നിൽക്കവേ എല്ലാ കതകുകളും അടച്ചുവെച്ച് വെളിച്ചം അകത്തു കടക്കാതെ കാവലിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. ഓരോ വാർത്താ സമ്മേളനത്തിലും വോട്ട് ചോരിയെക്കുറിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഓരോ തവണയും രാജ്യത്തെ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയാണ്. മുഖവും വിലാസവുമില്ലാത്തവരെ തിരുകിക്കയറ്റി കള്ളവോട്ടുകൾ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് ബാംഗ്ലൂരിലെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ വെളിപ്പെടുത്തിയതെങ്കിൽ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ പ്രസന്റേഷനിൽ ശരിയായ വോട്ടുകൾ എങ്ങനെ ആസൂത്രിതമായി വെട്ടിമാറ്റപ്പെടുന്നുവെന്നും അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേൽ ശരിയായ അന്വേഷണമോ നടപടിയോ എടുക്കാതെ മുഖം മറച്ചിരിക്കുന്നതിനെക്കുറിച്ചുമാണ് രാഹുൽ സംസാരിച്ചത്. വീണ്ടും ഓർക്കേണ്ടത്, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കേവലം ആരോപണങ്ങളാൽ മുഖരിതമായ ഒന്നായിരുന്നില്ല. മറിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകമായ തട്ടിപ്പുകളുടെ ജീവനുള്ള തെളിവുകളുമായാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. कांग्रेस वोटर्स डिलीट हो रहे हैं, ऑपोजिशन के वोटर्स डिलीट हो रहे हैं, दलित वोटर्स डिलीट हो रहे हैं, आदिवासी हो रहे हैं, माइनॉरिटी वोटर्स डिलीट हो रहे हैं, OBC वोटर्स डिलीट हो रहे हैं. मगर जब डिलीट होते हैं ऑपोजिशन के ही होते हैं. വോട്ട് ചോരിയിലെ ഏറ്റവും പ്രധാനമായ സംഗതികളിലൊന്ന് അർഹരായ മനുഷ്യരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്ന ഏർപ്പാടാണ്. സിസ്റ്റമാറ്റിക് മോഷണം നടക്കുന്നു ഇക്കാര്യത്തിലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തോളമായി. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു. കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ഞെട്ടുന്നു. മുൻപുണ്ടായിരുന്ന വോട്ട് ഇപ്പോഴെങ്ങനെ അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം ആലോചിക്കുന്നു, പരിശോധിക്കുന്നു. ഒടുവിൽ കണ്ടെത്തിയ കാര്യം എന്തെന്നാൽ, അയൽവാസിയായ ഒരാൾ പരാതി കൊടുത്ത് അമ്മാവൻ്റെ വോട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ വോട്ട് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. വോട്ടർ മരണപ്പെടുക, അല്ലെങ്കിൽ ആ വോട്ടർ മറ്റൊരു മണ്ഡലത്തിലേക്ക് സ്ഥിരമായി മാറിയിരിക്കുക, വോട്ടർ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ഉണ്ടാവാതിരിക്കുക, വോട്ടർ പട്ടികയിൽ ഇരട്ട എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ വോട്ടർ ഇന്ത്യൻ പൗരനല്ല, ഇതൊക്കെ ബോധ്യപ്പെട്ടാൽ ആ വോട്ട് ഒഴിവാക്കാൻ ആർക്കും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം.
വോട്ട് ഒഴിവാക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള പ്രക്രിയ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായോ നടത്താവുന്നതാണ്. ഇപ്പോൾ ഫോം 7 എന്ന അപേക്ഷാ ഫോം വഴി ഒഴിവാക്കേണ്ട വ്യക്തിയുടെ പേര്, വിലാസം, വോട്ടർ ID നമ്പർ, പിന്നെ ഇത് ഒഴിവാക്കേണ്ടതിൻ്റെ കാരണം, ഇതൊക്കെ രേഖപ്പെടുത്തിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. കൊടുക്കുന്ന ആളുടെ വിലാസവും വോട്ടർ ID-യും ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഫോം 7 പ്രകാരം ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ അത് കിട്ടിയാൽ, ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ആ ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെടുന്ന ആളാരാണോ അയാളുടെ വിലാസം അവിടെ സന്ദർശിച്ച് പരിശോധന നടത്തും. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ 2 കക്ഷികൾക്കും ഓരോ നോട്ടീസ് അയക്കും. അതിൽ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട വ്യക്തിക്കും അപേക്ഷകനും ഒരു ഹിയറിങ്ങിന് അവസരം കൊടുക്കും. ഹിയറിങ്ങിന് ശേഷം റിട്ടേണിംഗ് ഓഫീസറുടെ അന്തിമ തീരുമാനമനുസരിച്ച് വോട്ട് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിലും നടപടിക്രമങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒഴിവാക്കൽ അപേക്ഷയിൽ നിയമപരമായ കാരണം വ്യക്തമാക്കണം. രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ കാരണങ്ങൾ അംഗീകരിക്കപ്പെടില്ല. അത്രയും സൂക്ഷ്മമായ പരിശോധന അതിനകത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നോട്ടീസ് കിട്ടും. ഒഴിവാക്കൽ തടയാൻ അയാൾക്ക് ഹിയറിങ്ങിൽ വാദിക്കാം. ഒഴിവാക്കൽ അപേക്ഷകൾ BLOയുടെ ബൂത്ത് ലെവൽ ഓഫീസറുടെ പരിശോധനയ്ക്കും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുടെ അന്തിമ തീരുമാനത്തിനും വിധേയമാണ്. തെറ്റായ അപേക്ഷകൾക്ക് ശിക്ഷ വരെ കിട്ടാം. അപ്പോൾ നിയമവും ചട്ടവും ഇങ്ങനെയായിരിക്കെയാണ് കർണാടകയിലെ ഈ സവിശേഷ സംഭവം രാഹുൽ ഗാന്ധി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വോട്ട് നഷ്ടപ്പെട്ട മനുഷ്യന് ഒരു നോട്ടീസും കിട്ടിയില്ല, ഒരു ഹിയറിംഗ് അവസരവും അനുവദിക്കപ്പെട്ടില്ല. തിരഞ്ഞു പോയപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായി. അയൽവാസി തന്നെയാണ് അപേക്ഷകൻ. എന്നാൽ ട്വിസ്റ്റ് അവിടെയും തീരുന്നില്ല. അങ്ങനെ ഒരു അപേക്ഷ അയൽവാസി എവിടെയും കൊടുത്തിട്ടില്ല. അയാൾക്ക് ഈ ഏർപ്പാടിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അപ്പോൾ പിന്നെ ആരാണ് അത് ചെയ്തത്? എവിടെ നിന്നാണ് ആ കൃത്യം നിർവഹിക്കപ്പെട്ടത്? രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം അനുസരിച്ച് ഈ വോട്ട് ഒഴിവാക്കൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയല്ല, മറിച്ച് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്രീകൃതമായി നടത്തപ്പെട്ട ഒരു ആസൂത്രിത പ്രവർത്തനമാണ്. കർണാടകയ്ക്ക് പുറത്തു നിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ ലക്ഷ്യം വെച്ച്. രാഹുൽ ഗാന്ധി ഉദാഹരണമായി ഗോഡാബായി എന്ന സ്ത്രീയെ പരാമർശിക്കുന്നു. അവരുടെ പേരുപയോഗിച്ച് 12 വോട്ടർമാരുടെ പേര് ഒഴിവാക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഗോഡാബായിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. മറ്റൊരു ഉദാഹരണം പറയവേ സൂര്യകാന്ത് എന്നയാളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നു. 14 മിനിറ്റിനുള്ളിൽ 12 ഡിലീഷൻ ഫോമുകൾ ഇയാളുടെ പേരിൽ നൽകിയതായി രാഹുൽ ഗാന്ധി പറയുന്നു. ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല. 14 മിനിറ്റ് 34 സെക്കൻഡ് ഇവ കൊണ്ടൊക്കെയാണ് പല പ്രോസസ്സും പൂർത്തിയാകിയിരിക്കുന്നത്. അതും പുലർച്ചെ 4:15 മറ്റുമൊക്കെ. നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രോസസ്സ്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരാളുടെ വോട്ട് ഒഴിവാക്കാൻ കഴിയൂ എന്നിരിക്കെ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ആപ്ലിക്കേഷൻ വരുന്നു, വോട്ട് ഡിലീറ്റ് ആവുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് കമ്മീഷന് ശരിയായ ഉത്തരമില്ല. കോൺഗ്രസിൻ്റെ ശക്തമായ 10 ബൂത്തുകളിൽ 8 എണ്ണത്തിലും ഇത്തരം ഒഴിവാക്കലുകൾ നടന്നതായി രാഹുൽ ഗാന്ധി കണ്ടെത്തി അവതരിപ്പിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ് പോലെയുള്ള അനുഷ്ഠാന വാചകങ്ങൾ കൊണ്ട് നിഷേധിക്കുകയാണ്. ഒരു വോട്ടും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്നും ഒഴിവാക്കലിന് മുൻപ് ബന്ധപ്പെട്ട വ്യക്തിക്ക് അവസരം നൽകാറുണ്ടെന്നും കമ്മീഷൻ പറയുന്നു. അതെ, അതുതന്നെയാണ് വ്യവസ്ഥ. ഓൺലൈനായി ആർക്കും കഴിയില്ല. പക്ഷേ അത് നടന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ അട്ടിമറി എങ്ങനെ നടക്കുന്നു എന്നാണല്ലോ കണ്ടെത്തേണ്ടത്, വിശദീകരിക്കേണ്ടത്. അത് ഉണ്ടാവുന്നില്ല. 2023 കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ ചില വോട്ടർമാരെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു FIR ഫയൽ ചെയ്തുവെന്നൊക്കെ കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ആ അന്വേഷണം എവിടെ എത്തി എന്ന് കമ്മീഷന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന കർണാടക CIDക്ക് വിവരങ്ങൾ കൈമാറാനും കമ്മീഷൻ തയ്യാറാവുന്നില്ല. 18 മാസത്തിനിടെ 18 തവണ കർണാടക CID ഇതിനായി കത്തയച്ചിട്ടും വിവരങ്ങൾ കൊടുക്കാൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തത്തോടെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോൺഗ്രസിന്റെ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് വൻതോതിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ 6018 വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഫോം 7 ഉപയോഗിച്ച് അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. These are not from Karnataka. These numbers are from different states. You can see here. ഈ അപേക്ഷകൾ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കർണാടകയ്ക്ക് പുറത്തു നിന്നുള്ള മൊബൈൽ നമ്പറുകൾ വഴി സമർപ്പിക്കപ്പെട്ടതായി രാഹുൽ ആരോപിക്കുന്നു.
കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഒഴിവാക്കലുകളെല്ലാം നടക്കുന്നത് എന്ന്. 2018 കോൺഗ്രസ് ജയിച്ച 10 ബൂത്തുകളിൽ 8 എണ്ണത്തിൻ്റെ കഥ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്നാൽ അടുത്തിടെയുള്ള സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് ഈ സ്ഥാപനം ഗൗരവമുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ ശരിയായി പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, വോട്ട് മോഷണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ഒളിച്ചുകളിയും അടിസ്ഥാനരഹിതമായ നിഷേധങ്ങളും മാത്രമാണ്. ഈ സമീപനം തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൻ്റെ വിശ്വാസ്യതയെ അപകടകരമായി ബാധിക്കുന്നു എന്നതാണ് വസ്തുത. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ഇത് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 18 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന അതിഗൗരവ ആരോപണം ഉന്നയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ തെറ്റ്, അടിസ്ഥാനരഹിതം എന്ന് വിശേഷിപ്പിച്ച് പരിമിതപ്പെട്ടു. 6018 അപേക്ഷകളിൽ 5994 എണ്ണം തള്ളിയെന്നും 24 എണ്ണം മാത്രമേ സ്വീകരിച്ചുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ പ്രതികരണം ഗൗരവമുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യകതയെ അവഗണിച്ചുകൊണ്ടുള്ളതാണ്. ശരിയായ പ്രശ്നത്തിലേക്ക് ഇപ്പോഴും കമ്മീഷൻ കടക്കുന്നില്ല. രാഹുൽ ആവശ്യപ്പെട്ട IP വിലാസങ്ങൾ, OTP ട്രയലുകൾ തുടങ്ങിയ വിവരങ്ങൾ കർണാടക CIDക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മടി എന്താണ്? 18 മാസത്തിനിടെ 18 തവണ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അത് കമ്മീഷൻ വിസമ്മതിക്കുന്നത്? ഇത് ഒളിച്ചുകളിയുടെ ഉദാഹരണമല്ലാതെ മറ്റെന്താണ്? ആരോപണങ്ങളെല്ലാം നിഷേധിക്കുക, പക്ഷേ തെളിവുകൾ കൈമാറാതിരിക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ വോട്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന ആളെന്ന് രാഹുൽ വിമർശിക്കുന്നു. എന്നാൽ ECI ഇതിനോട് പ്രതികരിച്ചത് വെറും നിഷേധക്കുറിപ്പോട് മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതല്ല. 2024-25 കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ബാംഗ്ലൂരിൽ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യത്തെ ഉലച്ച വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയിലെ PC മോഹനാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. 6,58,915 വോട്ടാണ് മോഹന് കിട്ടിയത്. തൊട്ടു പിന്നിൽ വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മൻസൂർ അലിഖാന് കിട്ടിയത് 6,26,208 വോട്ട്. 32,707 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിക്ക് അധികം കിട്ടിയത്. ഇപ്പറഞ്ഞ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 8 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 ഏതാണ്ട് വിശ്വസനീയ പോരാട്ടം നടന്നുവെങ്കിൽ മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അവിടെ കോൺഗ്രസ് നേരിട്ടത് ഞെട്ടിക്കുന്ന തിരിച്ചടിയാണ്. വൻ മുന്നേറ്റം നടത്തിയ BJP അവിടെ 1,14,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. ഇതോടെ വിജയം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 32,000 വോട്ടിന് തോറ്റമ്പി. അത്ഭുതകരവും അസാധാരണവുമായ ഈ ഫലമാണ് കഥ അന്വേഷിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. സംശയമുണ്ടെന്നും പരിശോധനയ്ക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. ഡിജിറ്റൽ പട്ടികയുണ്ടെങ്കിൽ പരിശോധന വേഗത്തിലാക്കാമല്ലോ, പിഴവുകൾ വേഗം കണ്ടെത്താനും കഴിയും. പക്ഷേ കമ്മീഷൻ ഡിജിറ്റൽ പട്ടിക കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നറിയില്ല. പകരം ആ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വലിയ പേപ്പർ പട്ടിക കോൺഗ്രസിന് കൊടുത്തു. കിലോ കണക്കിന് തൂക്കമുള്ളത്, 7 അടിയോളം ഉയരമുള്ളത്. പക്ഷേ കോൺഗ്രസ് നിരാശപ്പെട്ടില്ല. അവരൊരു സംഘം ആളുകൾ മാസങ്ങളോളം പണിയെടുത്ത് അതിലെ പിഴവുകൾ കണ്ടെത്തി. ഞെട്ടിക്കുന്നതാണ് അവരെത്തിപ്പെട്ട ക്ലൈമാക്സ്. പ്രധാനമായും 5 തരം അട്ടിമറികൾ അതിനകത്ത് നടന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ടീം കണ്ടെത്തിയത്. ഒന്നാമത്തേത് അഡ്രസ്സിലെ കള്ളക്കളികളാണ്. വ്യാജവിലാസമോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാബല്യത്തിലില്ലാത്തതോ ആയ വിലാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ കുത്തി നിറച്ചിരിക്കുന്നു. ഒരൊറ്റ അഡ്രസ്സിൽ മാത്രം ഡസൻ കണക്കിന് വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഒറ്റമുറി വീട്ടിൽ പേര് ചേർത്തിരിക്കുന്നത് 60 പേരൊക്കെയാണ്. ഇവരൊക്കെ ആകട്ടെ പരസ്പര ബന്ധമില്ലാത്തവരോ പല നാടുകളിൽ നിന്നുള്ളവരോ ഒക്കെയാണ്. അസാധുവായ ഫോട്ടോകളുള്ള തിരിച്ചറിയൽ കാർഡുകൾ വേറെ. കന്നി വോട്ടർമാർക്കുള്ള ഫോം 6 വൻതോതിൽ ദുരുപയോഗം ചെയ്തു. 70 വയസ്സുള്ള കന്നി വോട്ടർമാരെ വരെ കണ്ടുവെന്ന് തെളിവിലടക്കം രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ മാർഗം വഴി മാത്രം 10,000-കണക്കിന് കള്ളവോട്ടുകൾ കുത്തിക്കയറ്റിയെന്നാണ് കണ്ടെത്തൽ. വോട്ടർ പട്ടികയിൽ പലയിടത്തും ഒരു വോട്ടറുടെ പേര് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത് രാഹുൽ ഗാന്ധി എടുത്തു കാണിക്കുന്നുണ്ട്. വ്യാജവിലാസം എന്നാൽ വിലാസമില്ല അല്ലെങ്കിൽ വീട്ടു നമ്പർ 0 എന്നൊക്കെയാണ്. ഒറ്റ വിലാസത്തിൽ ബൾക്ക് വോട്ടർമാർ, അതായത് 40, 50, 60 പേർ ഒരു ചെറു വീട്ടിൽ താമസിക്കുന്നുവെന്നാണ് വോട്ടർ പട്ടിക പറയുന്നത്. പലരുടെയും പേരുകൾക്കൊപ്പം അസാധുവായ ഫോട്ടോകളാണ്. അതായത് ചെറിയ ഫോട്ടോകൾ
ആ ചെറിയ ഫോട്ടോ തന്നെ ആരുടേതാണെന്നും ആരുടെ മുഖമാണെന്നും പോലും തിരിച്ചറിയാൻ കഴിയാത്തത്. ചിലയിടത്ത് ഫോട്ടോകൾ തന്നെയുമില്ല. പിന്നെയുള്ളതാണ് നേരത്തെ പറഞ്ഞ ഫോം 6ൻ്റെ വ്യാപകമായ ദുരുപയോഗം. ഫോം 6 എന്ന് പറഞ്ഞാൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കുള്ളതാണ്. എന്നാൽ മഹാദേവപുരയിൽ 90 വയസ്സുള്ളവർ വരെ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഗുരുതരവും ഭയപ്പെടുത്തുന്നതുമായ ആരോപണങ്ങളുടെ ഒരു നിര തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം അത് ഏറ്റെടുത്തു. എന്നിട്ടും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കുലുക്കമൊന്നുമില്ല. മറുപടി പറയാൻ കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനം BJP നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾക്ക് തുല്യമായി പോകുന്നതാണ് നാം കണ്ടത്. ആ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങളെയെല്ലാം നിഷേധിക്കുന്നു. എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ 65 ലക്ഷം വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തതിൻ്റെ സുതാര്യത, ഇവയെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. ഉദാഹരണത്തിന് തീവ്ര പരിശോധനാ പ്രക്രിയയിൽ ഓരോ വോട്ടറുടെയും പേര് നീക്കം ചെയ്യുന്നതിൻ്റെ വിശദമായ മാനദണ്ഡങ്ങളോ ഈ പ്രക്രിയയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമോ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. തെളിവ് ഹാജരാക്കൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുന്നത്. തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നെ കണ്ണു തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെയും കമ്മീഷൻ തെളിവ് ചോദിക്കുന്നത് എന്നതാണ് കൗതുകം. സ്വന്തം വിശ്വാസ്യത ഇടിച്ചു താഴ്ത്തുകയാണ് തങ്ങളെന്ന് കമ്മീഷന് മനസ്സിലാവാത്തതുപോലെയാണോ, അല്ലെങ്കിൽ ആ വിശ്വാസ്യത ഇല്ലാതായാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവാത്തതാണോ? ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വെബ്സൈറ്റുകളിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. ബീഹാറിലെ കാര്യമാണ്. ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എത്രത്തോളം ലഭ്യമായിരുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ പരിശോധിക്കാമെന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പക്ഷേ ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സത്യം. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ചോദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഇതേ വിഷയത്തിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ച BJPയോട് ഒരു സത്യവാങ്മൂലവും ചോദിക്കുന്നുമില്ല. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ബീഹാറിൽ നടപ്പിലാക്കിയ പരിപാടിയിലും വലിയ സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധനയിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട ഒരാൾക്ക് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഈ SIRനെ കുറിച്ചുള്ള ഒരു പ്രധാന വിമർശനം 2003 ശേഷം വോട്ടർ പട്ടികയിൽ ചേർന്നവർക്ക് പൗരത്വവും ജനനവും തെളിയിക്കാൻ 11 പ്രത്യേക രേഖകൾ വേണ്ടി വന്നു എന്നതാണ്. ആധാറും വോട്ടർ IDയും റേഷൻ കാർഡും തുടങ്ങി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രേഖകളെല്ലാം കമ്മീഷൻ ഒഴിവാക്കിക്കളഞ്ഞു. ബീഹാറിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അങ്ങനെ ഒഴിവാക്കിയാൽ പകരമുള്ള സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കാൻ പാവം മനുഷ്യർ എവിടെ പോകുമെന്ന ചോദ്യത്തെ അവരവഗണിച്ചു. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വോട്ടവകാശത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുള്ള വലിയ പദ്ധതിയാണ് ഇതെന്ന് വലിയ ആക്ഷേപമുയർന്നു. സുപ്രീം കോടതി പിന്നീട് ആധാറും പരിഗണിക്കാമെന്ന് വിധിച്ചു. അപ്പോൾ ആധാർ പറ്റില്ല എന്ന ദുരൂഹ നിലപാട് എന്തിനെടുത്തു കമ്മീഷൻ ആദ്യം എന്ന ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുന്നു. SIRൻ്റെ സമയപരിധി ഏതാണ്ട് 1 മാസം മാത്രമായിരുന്നു, വളരെ ചുരുങ്ങിയത്. 8 കോടിയോളം വോട്ടർമാരെ പരിശോധിക്കാൻ 30 ദിവസം മതിയോ എന്ന ചോദ്യത്തോടും അവർ മുഖം തിരിച്ചു. ബീഹാറിൽ മഴക്കാലത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്. ദരിദ്ര ഗ്രാമീണ മേഖലകളിലെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കില്ലേ എന്ന ചോദ്യത്തോടും കമ്മീഷൻ സവിശേഷമായ മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. കമ്മീഷന്റെ ഒഴിവാക്കലുകൾ സുതാര്യമല്ലെന്നും ന്യൂനപക്ഷങ്ങൾ, ദളിതർ എന്നിവരെ ലക്ഷ്യമിട്ടാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. SIRൻ്റെ ഫീൽഡ് വെരിഫിക്കേഷൻ പ്രക്രിയയിൽ BLOമാർ വോട്ടർമാരെ നേരിട്ട് കാണാതെ ഫോമുകൾ പൂരിപ്പിച്ചതായി പോലും ആക്ഷേപമുണ്ട്. പലയിടത്തും മഹാദളിത് സമുദായങ്ങളിൽ വോട്ടർമാർക്ക് ഫോമുകൾ നൽകപ്പെട്ടില്ലെന്നും എന്നാൽ അവരുടെ പേരുകൾ വ്യാപകമായി വെട്ടിമാറ്റപ്പെട്ടതായും ആക്ഷേപമുയരുന്നു. ഈ ക്രമക്കേടുകൾ ഈ പ്രക്രിയയുടെ ആകമാനം വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുമായോ പൊതുജനങ്ങളുമായോ മുൻകൂർ കൂടിയാലോചനയില്ലാതെയാണ് ഇത് പലപ്പോഴും നടപ്പിലാക്കപ്പെട്ടത്. ഇതിനെക്കുറിച്ച് വരുന്ന സംശയങ്ങളോടൊന്നും വിശദീകരണം നൽകാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ഉത്തരവാദിത്തരഹിതമായ സമീപനത്തിലും മൗനത്തിലുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം അണിനിരന്നിരിക്കുന്ന ഈ പ്രശ്നം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയൊരു വിഭാഗം പങ്കാളികൾക്ക് വിശ്വാസ്യതയില്ലാതായിരിക്കുന്നു എന്ന ഗൗരവതരമായ പ്രശ്നമാണ് ഉയർത്തുന്നത്. അതിനെ അവഗണിക്കുന്നത് വലിയ അതൃപ്തിയിലേക്കും അമർഷത്തിലേക്കുമെല്ലാം ജനങ്ങളെ തള്ളിയിടുമെന്ന് കമ്മീഷൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇലക്ഷൻ കമ്മീഷനുമേൽ വിശ്വാസ്യതാ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞുവെന്നാണ് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. CSDS സർവേ പ്രകാരം 6 സംസ്ഥാനങ്ങളിൽ ECIയിലുള്ള അവിശ്വാസം 2019 അപേക്ഷിച്ച് 2024 കൂടിയിരിക്കുന്നു എന്നാണ്. രാജ്യത്തെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പലതും ഇപ്പോഴത്തെ കമ്മീഷന്റെ സമീപനത്തെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുലിനോട് സത്യവാങ്മൂലം ചോദിക്കും മുൻപ് വിശ്വാസ്യതയുള്ള അന്വേഷണത്തിന് തയ്യാറാവുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടതെന്ന് അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു.
രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ പ്രതിപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രതലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സവിശേഷത. കഴിഞ്ഞ മാസം 11 ഡൽഹിയിൽ ഇന്ത്യ ബ്ലോക്ക് MP-മാർ ECI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാഹുൽ ഉൾപ്പെടെ പലരും കസ്റ്റഡിയിലായി. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരുടെ ഒഴിവാക്കൽ ആരോപണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളെല്ലാവരും അതിൽ പങ്കെടുത്തു. വെസ്റ്റ് ബംഗാളിലും പ്രക്ഷോഭങ്ങളുണ്ടായി. പാർലമെന്റിൽ പ്രതിപക്ഷം ചർച്ചകൾ ആവശ്യപ്പെട്ടു. കേസ് സുപ്രീം കോടതിയിൽ വന്നു. രാഹുൽ ഗുജറാത്ത് മോഡൽ എന്ന് വിശേഷിപ്പിച്ച വോട്ട് മോഷണം ഒരു ദേശീയ വിഷയമായി മാറി. വോട്ട് ചോർ, ഗദ്ദി ചോർ മുദ്രാവാക്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആയി. അത് പ്രചരിച്ചു. ഈ ചലനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളെ പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ആശയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഏറ്റവും ഗുരുതരമായ സംഗതിയാണ് രാഹുലും പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്ന വോട്ട് ചോരി. അത് ഗൗരവത്തിലെടുക്കാനോ അന്വേഷണം നടത്താനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല. അവകാശത്തോടെ ചോദിക്കുന്ന രേഖകൾ കൈമാറുന്നില്ല. എന്തെല്ലാമോ ഒളിച്ചു വയ്ക്കാൻ കമ്മീഷൻ പ്രത്യേക താല്പര്യം എടുക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ഈ കളി പരിധിവിട്ട കളിയാണ്. 100 കോടിയോളം വരുന്ന വോട്ടർമാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ്. ജനമാണ് പരമാധികാരി എന്ന ആശയത്തിന് മേലെ മലിനജലമൊഴിക്കുന്ന പരിപാടിയാണ്. ഇത് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ അവരതിന് വലിയ വില കൊടുക്കേണ്ടി വരും.